കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അപകടമുണ്ടാക്കിയ ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാലാണ് ഇടിച്ചത് ഡിഫൻഡർ കാറാണെന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. ബെൻസ് ഓടിച്ച സാബിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച ആൽവിന്റെ സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ നടക്കും. 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇന്നലെ രാവിലെയായിരുന്നു അപകടം. സ്ഥാപന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർ ഓടിച്ചിരുന്ന 2 വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോയാണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നത്. ഇതിനിടെ സാബിത്ത് ഓടിച്ചിരുന്ന ബെൻസ് കാർ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സാബിത്ത് എന്നുള്ള ഈ 999 ഓട്ടോമോട്ടീവിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് ജീവാഗൻ ഓടിച്ചിരുന്നതെന്നും ആ ബെൻസ് ജീവാഗൻ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഡിഫൻഡർ ഇടിച്ച് അപകടം സംഭവിച്ചു എന്നായിരുന്നു വാഹനമോടിച്ചവർ ആദ്യം നൽകിയ മൊഴി. എന്നാൽ ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇടിച്ച വാഹനം ബെൻസ് ആണെന്ന് കണ്ടെത്തി. ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വാഹനമോടിച്ചവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികളും ഉടനുണ്ടായേക്കും. ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആൽവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വടകര കടമേരിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. 24 കോഴിക്കോട്.